ജി സുധാകരൻ കേരളത്തിലെ അഴിമതിയില്ലാത്ത രാഷ്ട്രീയക്കാരനാണ് എന്ന് എതിരാളികൾ പോലും സമ്മതിക്കുന്ന ഒരാളാണ്. അദ്ദേഹം PWD മിനിസ്റ്ററായിരുന്ന കാലത്ത് ഏറ്റവും നല്ല PWD മിനിസ്റ്റർ എന്ന പദവി അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അഴിമതിക്കാർക്കെതിരെ, ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തിനെതിരെ അതിശക്തമായി പോരാടിയിരുന്നു. ആ കാലത്ത് അദ്ദേഹം അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ദൈവസമാനനായി അല്ലെങ്കിൽ അതിശക്തനായി അദ്ദേഹം കണ്ടിരുന്നു. ഇതൊരു സത്യമാണ്. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് മോദി അതിശക്തനായ ഭരണാധികാരിയാണ് എന്നാണ്. എന്ന് മാത്രമല്ല, കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരിനെ കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മുഖ്യമന്ത്രിയെക്കുറിച്ചും പോലും വളരെ മോശമായ അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. സുധാകരനിൽ നിന്ന് ഇങ്ങനൊരു അഭിപ്രായം നമ്മൾ അപ്രതീക്ഷിതമൊന്നുമല്ല. കുറച്ചു കാലമായി അദ്ദേഹം ഇക്കാര്യങ്ങൾ തുറന്ന് പറയുന്ന ഒരാളാണ്. സത്യസന്ധമായി പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകൾ സംബന്ധിച്ച് ഏറെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു വശത്ത് ജില്ലാ സെക്രട്ടറിയും മറുവശത്ത് സജി ചെറിയാനും തമ്മിലുള്ള വടംവലിയിലൂടെ ആരംഭിച്ച് അതിന് ഏതാണ്ട് വർഗീയ മുഖം വരെ എത്തി നിൽക്കുന്ന ഒരവസ്ഥയുണ്ട്. മയക്കുമരുന്ന് മാഫിയയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ഒരുപാട് അധോലോകങ്ങളുമായി പാർട്ടിക്ക് ബന്ധമുണ്ട് എന്ന് വരുന്ന രൂപത്തിലുള്ള വാർത്തകൾ ധാരാളം വന്നിട്ടുണ്ട്. ഗുണ്ടാ മാഫിയകൾ പാർട്ടിയുടെ യശസ്സിനെ വല്ലാതെ കെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് സുധാകരന്റെ കമന്റിനെ നമ്മൾ പരിശോധിക്കേണ്ടത്. അത് മാത്രവുമല്ല, ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ, പലവട്ടം പലരും പറഞ്ഞതുപോലെ, തൃശ്ശൂരിലുണ്ടായ വെള്ളപ്പൊക്കം ഒരുപക്ഷെ മഴ നിന്നാൽ താഴേക്ക് പോകും, പക്ഷെ ആലപ്പുഴയിലും അല്ലെങ്കിൽ ആറ്റിങ്ങലിലും ഉണ്ടായ വെള്ളപ്പൊക്കം പോയില്ല എന്ന് പറഞ്ഞത് ഇടതുപക്ഷ ഹാൻഡിലുകളിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ അനുകൂലമായി വലിയ തോതിൽ പിന്നോക്ക വോട്ടുകൾ മാറിപ്പോയി എന്നും കായംകുളം പോലെ CPM-നും വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ പോലും മൂന്നാം സ്ഥാനത്തേക്ക് ആരിഫ് എന്ന LDF സ്ഥാനാർത്ഥി പോയി എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ വർഗീയതയും ഇത്തരത്തിലുള്ള വിഭാഗീയതയും അഴിമതിയും മയക്കുമരുന്ന് മാഫിയ, ഗുണ്ടാ മാഫിയ ബന്ധങ്ങളുമൊക്കെ പാർട്ടിയെ തളർത്തിയ ഒരു ഇടത്ത് നിന്നുകൊണ്ടാണ് ജി സുധാകരൻ എന്ന് പറയുന്ന താരതമ്യേന അല്ലെങ്കിൽ ഒരുപക്ഷെ അപൂർവമായി മാത്രം അഴിമതിക്ക് അതീതനായ ഒരു വ്യക്തി തൻ്റെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. ഇത് വളരെ ഗൗരവതരമായി തന്നെ കാണേണ്ടതാണ്. ഞാൻ കരുതുന്നില്ല ജി സുധാകരൻ ഉടനെ BJP-യിലേക്ക് പോകുമെന്നും. അതല്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്നാണ് ഞാൻ കരുതുന്നത്. ആത്മാർത്ഥതയുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരന് തോന്നിയ ഒരു അഭിപ്രായമാണ്. പക്ഷെ അതിൽ വന്ന ഒരു തകരാറ്, മോദി ശക്തനായ ഭരണാധികാരിയാണ്, അഴിമതിയില്ലാത്ത ആളാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് ഒരിക്കലും യോജിപ്പില്ല. റഫേൽ അഴിമതി മുതൽ ഇലക്ട്രൽ ബോണ്ട് വരെ, അദാനിക്ക് വേണ്ടി കൽക്കരി ഖനികൾ കൊടുത്തത് വരെ നിരവധി ആരോപണങ്ങൾ മോദി നേരിടുന്നു. പക്ഷെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UPA ഭരണകാലത്തെ അഴിമതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ബൾക്ക് അഴിമതികളാണ്. അതുകൊണ്ട് മോദി അഴിമതിക്കാരനല്ല അല്ലെങ്കിൽ ആ സർക്കാർ അഴിമതിക്കാരല്ല, അത് പാർട്ടിക്ക് വേണ്ടിയാണ് എന്നൊന്നും പറഞ്ഞതിൽ കഥയില്ല. അതിൽ സുധാകരനോട് യോജിക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. രണ്ടാമത്തെ പ്രശ്നം, ഭരണാധികാരി ശക്തനാണ് എന്നത്. ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ നേരിടുന്ന ഒരു വലിയ പ്രശ്നവും. ഇതേ സുധാകരൻ തന്നെ പിണറായി വിജയനെ അതിശക്തനായ ഭരണാധികാരി എന്ന് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ ഭരണാധികാരി ശക്തനാവുകയല്ല ജനാധിപത്യത്തിൽ വേണ്ടത്, ജനകീയനാവുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ കരുണാകരനും ഉമ്മൻചാണ്ടിയും കേരളത്തിൽ കോൺഗ്രസിന്റെ 2 മുഖ്യമന്ത്രിമാരാണ്. ഞാൻ മറ്റാളുകളെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ കരുണാകരൻ ശക്തനാണെന്ന് പറയുമ്പോഴും കരുണാകരനേക്കാൾ എത്രയോ ജനകീയനായിരുന്നു ഉമ്മൻചാണ്ടി നമ്മൾ മനസ്സിലാക്കണം. അത്ര ശക്തിയൊന്നും അദ്ദേഹം കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ സഖാവ് EK നായനാർ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ, ഏറ്റവും ജനപ്രിയനായ മുഖ്യമന്ത്രിയായിരുന്നു. ഒരുപക്ഷെ EMS-ന്റെ കാലമൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും എന്നിട്ട് അദ്ദേഹം ഒരു ശക്തനായ ഭരണാധികാരി എന്ന് അദ്ദേഹം ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. ഇരട്ട ചങ്കെന്നോ 3 ചങ്കെന്നോ ഒന്നും അദ്ദേഹത്തിന് പറഞ്ഞിട്ടില്ല. ഇവിടെ ഒരു പ്രശ്നം, ഫാസിസത്തിന്റെ ഒരു എലമെന്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പല രീതിയിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതിലൊന്നിന്റെ ലക്ഷണമാണ് ശക്തനായ ഭരണാധികാരി, ഇരട്ട ചങ്കൻ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ. കമ്മ്യൂണിസ്റ്റുകാരൻ ശക്തനല്ല, ജനകീയനാണ് ആവേണ്ടത്, ജനാധിപത്യത്തിൽ പ്രത്യേകിച്ചും. ഒരുപക്ഷെ ഒരു വിപ്ലവാനന്തര ഭരണത്തിൽ ഒക്കെ അങ്ങനെ ഉണ്ടാകാം, സ്റ്റാലിനെ പോലെയൊക്കെ വരാം. പക്ഷേ അതല്ല ഒരു ജനാധിപത്യത്തിൽ.
അത് തിരിച്ചറിയാൻ സുധാകരനും കഴിയാതെ പോയി. സുധാകരനും ഇപ്പോഴും ശക്തനായ ഭരണാധികാരിയുടെ പിന്നിലാണ്. മോഡി ശക്തനായ ഭരണാധികാരിയുമല്ല, ശക്തനാണെന്ന് അദ്ദേഹം അഭിനയിക്കുകയാണ് പിണറായി വിജയനെ പോലെ. പക്ഷേ ജി സുധാകരനെ പോലെ ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ അതിനെ പോസിറ്റീവായ ഒരു വശമുണ്ട് എന്ന് കാണാൻ CPM-ന് കഴിയുമോ എന്നതാണ് പ്രശ്നം. അതിലെ തെറ്റുകൾ നമുക്ക് മാറ്റി നിർത്താം, ശരികൾ. ഇപ്പോൾ അഴിമതി, മുഖ്യമന്ത്രിയുടെ മകൾക്കും ആളുകൾക്കും എല്ലാവർക്കും എതിരെ അഴിമതി ശക്തമായി ആരോപണം വന്നിരിക്കുന്ന ഒരു ഘട്ടമാണ് കേരളത്തിൽ. ഇതിനു മുമ്പ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെയും മകൾക്കെതിരെയോ അല്ലെങ്കിൽ മകനെതിരെയോ ഒന്നും അങ്ങനെ ആരോപണം വന്നിട്ടില്ല. ചില കുശുകുശുപ്പുകൾ വന്നെങ്കിലും അതൊന്നും നിലനിന്നില്ല. ഇതല്ല. അതുകൊണ്ട് തന്നെ സുധാകരന്റെ കമന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതായി കണക്കാക്കണം. ആലപ്പുഴ ജില്ലയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ടാകുന്ന തകർച്ച, അതിനേക്കാൾ പ്രധാനം ആ പിന്നോക്ക വോട്ടുകൾ BJP-യിലേക്ക് പോകുന്നത് വളരെ വളരെ ശ്രദ്ധയോടെ വിലയിരുത്തി മുൻപോട്ട് പോയാൽ മാത്രമേ ഇടതുപക്ഷത്തിന് സാധ്യതയുള്ളൂ. കാരണം BJP-യിലേക്ക് പോയ വോട്ടുകൾ സാധാരണ തിരിച്ചു വരൽ വളരെ കുറവാണ്. UDF-ലേക്ക് പോയ വോട്ട് തിരിച്ചു വരാം. കാരണം BJP-യിലേക്ക് പോകുന്നത് ഒരു പരിധിവരെ മനസ്സിനെ വർഗീയവൽക്കരിച്ചുകൊണ്ടാണ്. UDF-ലേക്ക് പോകുന്നത് മറ്റൊരു രാഷ്ട്രീയം, ഒരുപക്ഷെ മതേതര രാഷ്ട്രീയത്തിന് രണ്ട് മുഖങ്ങൾ ഉള്ളത് കൊണ്ടാവാം. പക്ഷേ മറ്റതല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ ഈ ഇടതുപക്ഷത്തിന്റെ വോട്ട് പോയ സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള ശ്രദ്ധ വേണം എന്ന് സുധാകരൻ വായിച്ചെടുക്കാം. സുധാകരൻ ഒരിക്കലും BJP-യിൽ പോകുന്ന ആളാണ് എന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. സുധാകരൻ ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് അതിനെ വിമർശനാത്മകമായി അതിനെ കാണും. അദ്ദേഹത്തിന് ഇനി ഒന്നും നേടേണ്ടതില്ല എന്നും നമുക്ക് മനസ്സിലാവും.